ഹായ് ഹലോ. അപ്പോൾ നമ്മൾ കുറേ ദിവസം കൊണ്ട് ലൈവിലും ഒന്നുമില്ല. ഞാൻ നമ്മൾ നാട്ടിലോട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിലോട്ട് പ്രത്യേകിച്ച് പോയതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ കാണാനും പിന്നെ അമ്പലങ്ങളിലൊന്ന് പോകണമായിരുന്നു. പിന്നെ അത്യാവശ്യം ഞങ്ങൾ ഉത്സവത്തിനായിട്ട് ചേട്ടന്മാർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹസ്ബൻഡിൻ്റെ കൂട്ടുകാർ. അപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് എന്നിട്ട് ഞങ്ങൾ വന്നത് കുറച്ച് പിക്കൊക്കെ എടുത്തിട്ട് ഇതേത് അമ്പലമാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങളൊരു ബർത്ത്ഡേക്കായിരുന്നു പോയിരിക്കുന്നത്. ചേട്ടൻ്റെ കൂടെ ജോലി ചെയ്ത പിള്ളേർ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ബർത്ത്ഡേക്കാണ് പോയിരിക്കുന്നത് കേട്ടോ. അപ്പം ഒരു വയസ്സായതേ ഉള്ളൂ മോക്ക്. അങ്ങനെ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞു. ഞങ്ങളാണെങ്കിൽ പിന്നെ ഞങ്ങളിനി പോകാൻ പോകുന്നത് പിന്നെ കൊല്ലത്ത് ഉത്സവത്തിനായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ കൂട്ടുകാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ. അതാണ് 3 ദിവസം എന്തായാലും പെരുന്നാളിൻ്റെ ലീവായിരുന്നു. അതുകൊണ്ട് 3-4 ദിവസത്തേക്ക് ഞങ്ങളിങ്ങ് പോകുന്നു. അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളി, പക്ഷെ നല്ലോണം ഒന്നും എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അത് ആനയാണ് അങ്ങ് നിൽക്കുന്നത് കേട്ടോ. ആനയുടെ കുടമാറ്റമാണ് നടക്കുന്നത്. ഞാൻ ആ കുടമാറ്റം കണ്ടിട്ടുണ്ട്. അതായത് കൊല്ലത്ത് പൂരത്തിന് പോയപ്പം ചേട്ടൻ്റെ നാട് കൊല്ലക്കാരനായതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ വർഷവും മാക്സിമം കൊല്ലത്തെ പൂരത്തിന് പോകുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഇങ്ങനെ പൂരത്തിന് കുടമാറ്റം കണ്ടിട്ടുണ്ട്. അത് അപ്പുറവും ഇപ്പുറവും കൂടെ ഒക്കെ വന്ന് നിന്ന് അതൊരു മത്സരം പോലെ. ഇത് പിന്നെ അങ്ങനെയല്ല, വെറൈറ്റി എന്താ പറയുക, കുടകൾ. അത് ശിവൻ്റെ സംഭവം തലയിൽ വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ ഓരോരോ വർണ്ണങ്ങൾ മാറി വരുന്ന കുടകളെന്നൊക്കെയാണ് അതിന് പറയുന്നത്. ചേട്ടോട് ചോദിച്ചത് എന്തോ സംഭവമെന്ന്. അതങ്ങനെയാണ് അങ്ങനെ എന്തോ ആണ് പറയുന്നത് കേട്ടോ. ഭയങ്കരം ജനമായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസമാണെങ്കിൽ വിധുപ്രതാപിൻ്റെ ഗാനമേളയും കൂടെ ഉള്ളത് കൊണ്ട് ഇതൊന്നും അല്ല, ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഭയങ്കരം ജനം കേട്ടോ. അങ്ങനെ ആ കുടമാറ്റത്തിനകത്തൊക്കെ നിന്ന് പിന്നെ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ ഇങ്ങനെ പോകുന്നു. അപ്പം 3-4 ദിവസം നാട്ടിൽ ഈ പറഞ്ഞതുപോലെ വീട്ടിലോട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ കൊല്ലത്തോട്ട് പോയത് കേട്ടോ. പിന്നെ എന്താ പറയുക, അതോ അതിൻ്റെ ആ ആനയുടെ മുകളിലാണ് ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത്. നല്ലവണ്ണം കാണാൻ പറ്റത്തില്ല. ഒരുപാട് ജനങ്ങൾ പുറയിലാണ് നിൽക്കുന്നത്. കാരണം അങ്ങോട്ടൊന്നും കയറ്റി വിടാൻ പോലും പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് ജനമായിരുന്നു. എനിക്ക് വയ്യ, തെള്ളി അവിടം വരെ പോകാൻ എനിക്ക് പേടിയാണ്. ഒത്തിരി ആൾക്കാരുടെ ഇടയിലോട്ട് കയറി പോകുമ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടല കേട്ടോ. അങ്ങനെ 10 ആനയുണ്ടായിരുന്നു അത്യാവശ്യം. ആ 10 ആനയുടെ ഇതിൻ്റെയൊക്കെ മണ്ടയ്ക്കായിരുന്നു ആ കുടമാറ്റവും കാര്യങ്ങളൊക്കെ നടന്നത്. ഇപ്പം ദേവിയെ തിടമ്പേറ്റി കൊണ്ടുവരുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ട് എനിക്ക് അറിവില്ല കേട്ടോ. കാരണം നമ്മൾ കായംകുളത്ത് ഇങ്ങനെ ദേവി ആനപ്പുറത്തൊന്നും അല്ലല്ലോ കൊണ്ടുവരുന്നത്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ എന്താ പറയുക, പറ ഇങ്ങനെ അപ്പുറം ഇപ്പുറവും തിരുമേനിമാർ തോളയിൽ ഇങ്ങനെ ഇട്ടിട്ടില്ല, പറ പോലത്തെ സംഭവം ഉണ്ടല്ലോ, അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഞാനിപ്പം സത്യത്തിൽ കാണും കേട്ടോ. എനിക്കറിയാൻ വയ്യ ഇതിനെക്കുറിച്ചൊന്നും, വിശദമായിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും 3-4 ദിവസം ലീവ് ഉള്ളത് കൊണ്ട് തന്നെ രാത്രി ആയപ്പം പറഞ്ഞു നമുക്കൊന്ന് പോയാലോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഓക്കെ. അതുകൊണ്ട് എനിക്ക് ആരോടൊന്നും പറയാൻ പറ്റിയില്ല. ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ മിസ്സായി. കാരണം നാട്ടിൽ വരുമ്പോഴും ചേച്ചി പറയണേ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ഫ്രണ്ട്സ് കേട്ടോ. അപ്പം അവരോടൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ലൈവ് വിടാനുള്ള ഒരു സാഹചര്യമൊന്നും ഇല്ലായിരുന്നു. നാട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ വീടും പിന്നെ വീട്ടിലെല്ലാവരുമായിട്ടുള്ള സംസാരവും ഇരുത്തവും അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ നേരെ ചേട്ടനങ്ങ് കൊല്ലത്തോട്ട് പോകും. കൊല്ലത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ എൻ്റെ വീട്ടിൽ കയറി കഴിഞ്ഞാൽ നേരെ മോനും വിളിച്ചുകൊണ്ടങ്ങ് നേരെ കൊല്ലത്തോട്ട് പോകും. കൊല്ലത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം അവിടെയായിരുന്നു. അത് അന്ന് വൈകിട്ടാണ് ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ. അങ്ങനെ പിന്നെ 4 ഫ്രണ്ട്സ് ഉണ്ട് കൊല്ലത്തുള്ള. അപ്പോൾ 4 പേരും ആയിട്ടുള്ള ആ ഒരു റിലേഷനാണ്. പിന്നെ ഇതായി എന്താ പറയുക, ഇങ്ങനെ എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതൊക്കെയാണ് കൊല്ലക്കാർക്കറിയാം. ഇതിനെന്താണ് പറയുന്നതെന്ന് കൊല്ലക്കാർക്കറിയാം അല്ലേ. സത്യത്തിൽ ഈ ആനയൊക്കെ വരുമ്പോൾ എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വന്നത് വിധുപ്രതാപിൻ്റെ ഗാനമേള കാണാനായിരുന്നു. എൻ്റെ പൊന്നോ, ഒരു രക്ഷയിലായിരുന്നു. ജനമെന്ന് വെച്ചാൽ ഫുൾ ജനമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് തേര്. അവിടുത്തെ തേരാണ് ഇത്. ഇതിന് ഒരു ഐതിഹ്യമുണ്ട്. ഇത് തോളിൽ വെച്ചിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. ഇതെന്താണ് ഇങ്ങനെ തോളിൽ വെച്ചിട്ടെന്ന് വെച്ചാൽ 4 കരക്കാരാണ്. ആ 4 കാല് 4 കരക്കാരാണെന്നാണ് ഐതിഹ്യം. എന്നിട്ടിങ്ങനെ ഒരു ഫുൾ ഇങ്ങനെ പൊക്കി അവർ ഇങ്ങനെ തുള്ളുമല്ലോ. അപ്പം ഒരു കരയിലെ ആൾക്കാർ താന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ
വെച്ചിട്ടുണ്ടെങ്കിൽ ആ കര താരും എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അതാണ് കേട്ടോ. എൻ്റെ ചേട്ടനും ഓടിപ്പോയി, കാരണം ഫ്രണ്ട്സ് എല്ലാം ഓടിപ്പോയപ്പോൾ എൻ്റെ ചേട്ടനും അവരുടെ കൂടെ പോയി താങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കും ആളുണ്ട്, പക്ഷേ അറിയാൻ പറ്റൂലെന്നേ ഉള്ളൂ കേട്ടോ. ഇത് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് തുള്ളിക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. നല്ല നല്ല തിരക്കാട്ടോ. ഞാൻ പിന്നെ ഇവിടെയാണ് നിൽക്കുന്നത്, കാരണം എനിക്ക് അതിൻ്റെ ഇടയിലോട്ട് ഓടിപ്പോകാനൊന്നും പറ്റത്തില്ല. തന്നെയല്ല നമുക്ക് ഇങ്ങനെ എന്താ പറയുക, വീഡിയോസ് എടുക്കാനും പാടാം അതിൻ്റെ ഇടയിലോട്ടൊക്കെ പോയാലും. എന്താ 4 കണ്ടോ പിടിച്ചേക്കുന്നുണ്ടോ ആൾക്കാർ, അവർ തോളി താങ്ങിയാണ്ട് കൊണ്ടുപോകുന്നത്. അതായത് ചക്രമൊന്നുമില്ല ഇതിന്, തോളി താങ്ങിയിട്ടാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. ചക്രമൊന്നുമില്ല, സാമാന്യം നല്ല മുട്ടനൊരു ഇതാണ് കേട്ടോ, ചക്രമില്ല. ഈ 4 കരക്കാരും തോളെ പിടിച്ചിട്ട് പൊക്കിയാണ് അതെടുക്കുന്നത്. അപ്പോൾ ഈ 4 കരക്കാരിൽ ഏത് കരയാണോ താന്ന് പൊക്കുന്നതെന്ന് വെച്ചാൽ ആ കര ഈ വർഷം താന്ന് കിടക്കും. അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഐതിഹ്യം, അങ്ങനെയാണ് എന്തോന്നല്ല അതിൻ്റെ ഐതിഹ്യം അങ്ങനെയാണ്. ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് അവിടെയുള്ളവരെ, ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. അപ്പം അതാണ് അതിൻ്റെ അധികം. അതുകൊണ്ട് ഒരാൾ പൊക്കുമ്പം അടുത്ത കരക്കാർ അതിൽ തോന്നിയ രീതിയിലാണ് അത് എന്താ പൊക്കിയെടുക്കേണ്ടത് കേട്ടോ. പിന്നെ അമ്പലത്തിൽ കുറേ ഫ്രൂട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാത്തിനും വീഡിയോ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു, കാരണം ഒന്നാമത് ലെങ്തിയാണ്. പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയാൻ വയ്യ. കാരണം നമ്മുടെ നാട്ടിൽ ഫ്ലോട്ടൊക്കെ ഇതേ ഉണ്ടെന്നുണ്ടെങ്കിലും എന്താ പറയുക, ആനയുടെ കാര്യം വന്നപ്പോൾ തന്നെ എൻ്റെ കിളി പോയ അവസ്ഥയാണ്. കാരണം എന്താ പറയണമെന്ന് എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ടേ അങ്ങോട്ടങ്ങനെ ചെന്ന് കാണാൻ പറ്റില്ല. പിന്നെ മോനെ കുറേ കാര്യത്തിനകത്തൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, ഞാൻ വള്ളത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നു, അത് ഞാൻ എടുത്തിട്ടില്ല, കാരണം എൻ്റെ കരച്ചിൽ നിങ്ങൾ കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അയ്യോ, എന്തൊരു കരച്ചിലായിരുന്നേ. ഞാനത് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തിട്ട് അത് കൂടി കഴിയുന്നിടം വരെ എൻ്റെ പൊന്നോ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ഈ കൊച്ചു ചെറുക്കൻ കയറിയിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു അവന്. അത് കഴിഞ്ഞ പുറകിന് അവൻ ഇതിൽ വന്ന് കയറിയത്. എന്നിട്ട് അവനാണെങ്കിൽ നേരെ ട്രെയിനകത്തും കയറി, അവർക്കൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എനിക്ക് മാത്രം ഒരു ഐസ്ക്രീം പോലും മേടിച്ച് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല രീതിയിലൊന്നും കഴിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഛർദ്ദിക്കാൻ വരുന്നത് പോലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ വിചാരിച്ച് ഊഞ്ഞാലാടുന്നത് പോലെയൊക്കെ കയറിയാൽ മതിയായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പം പണിപ്പാ വെട്ടിൻ്റെ കിട്ടിയെന്ന് തന്നെ പറയാമല്ലോ. എൻ്റെ മോന് ഭയങ്കര സന്തോഷമായിരുന്നു ഇതിൽ കയറിയപ്പം കേട്ടോ. നമ്മുടെ അവിടെ ഇങ്ങനെയൊക്കെയുള്ള സെറ്റിങ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഓച്ചറയിലൊക്കെ ഉണ്ട് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ ഗൈസ്. ആ ബലൂൺ പോലത്തെ സംഭവത്തിനകത്ത് എൻ്റെ മോനെ കയറ്റിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ എടുത്തില്ല, വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി. ഇങ്ങനെ കാണുന്നതാണ് നല്ലത്. അതിനകത്ത് ഇരുന്നുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റൂല കേട്ടോ. കാരണം നമ്മുടെ മുഖം വേറൊരു ഷേപ്പായിരിക്കും. കാരണം ഞാൻ ഭയങ്കര അണ്ണാക്കും ബഹളമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിദു പ്രതാപിൻ്റെ ഗാനമേളയാണ്. ഞങ്ങൾക്ക് സ്ഥലമൊന്നും കിട്ടില്ല, ഞങ്ങൾ ഏറ്റവും പുറയിലൊരു ശകലമായിട്ടാണ് ആ നിന്ന് പാടുന്നതാണ് ബിദു പ്രതാപ്. എൻ്റെ പൊന്നോ, എന്തൊരു ജനമായിരുന്നു. ജനമെന്ന് വെച്ചാൽ അത് പെണ്ണുങ്ങളും ആണുങ്ങളും. നമ്മുടെ നാട്ടിൽ ആണുങ്ങളും മാത്രമേ ഇങ്ങനെ തുള്ളുന്നത് കണ്ടിട്ടുള്ളൂ. ഇവിടെ ആണുങ്ങളെക്കാളും കൂടുതലും തുള്ളുന്നത് പെണ്ണുങ്ങളാ. കല്യാണം കഴിച്ച അമ്മമാരൊക്കെ ആണെങ്കിൽ മക്കളുടെ കൂടെ മരുമക്കളുടെ കൂടെ കിടന്ന് ഡാൻസ് കളിക്കുന്ന രംഗങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. എടുത്തിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും ഞാനങ്ങ് സ്കിപ്പ് ചെയ്ത് കേട്ടോ. പക്ഷേ എൻ്റെ മൊബൈലിൽ തന്നെ കിടപ്പുണ്ട്. നല്ല രസമാണ് കാണാൻ കേട്ടോ. അതൊക്കെ ഒരു ഭംഗി തന്നെ കേട്ടോ. ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും ഒക്കെ നിറച്ച് ജനമാണ്. സത്യത്തിൽ ഗാനമേളയ്ക്ക് ഇത്രയും വലിയ ജനമൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എൻ്റെ മൊബൈലിൻ്റെ ക്ലാരിറ്റി കുറവും കൂടി കൊണ്ടായിരിക്കാം എന്തോ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് അന്നൊക്കെ എന്തെങ്കിലും കിട്ടിയതുകൊണ്ട് അതാണ് അവരുടെ മുഖം ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. അത് അമ്മയും മരുമോളും മക്കളും കൊച്ചുമക്കളും ഒക്കെയാണ് കേട്ടോ തുള്ളുന്നത്. അത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ടീമും കൂടെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കേട്ടോ. പക്ഷേ എനിക്ക് അത്രയും ജനത്തിൻ്റെ ഇടയിലോട്ട് കയറാൻ പേടിയാണ് സത്യത്തിൽ. ഇല്ല അവർ പറയുമ്പോൾ അവരൊക്കെ പറയുന്നത് ഞാൻ മണ്ടിപ്പെണ്ണാണെന്ന്. സത്യത്തിൽ ശരിയാണ് കേട്ടോ. എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ദൂരെ മറിഞ്ഞത്. കാരണം ആൺപിള്ളേരും പെണ്ണുങ്ങളും ഇഷ്ടം പോലെ അതിൻ്റെ കൂടെ തുള്ളുന്നതിൻ്റെ കൂടെ എനിക്ക് വയ്യ. ഞാൻ കൊച്ചിനെ കൊണ്ട് ദൂരെ മാറി നിന്നതായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടൻ പിന്നെ അവരുടെ കൂടെയൊക്കെ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് എന്നെ കാണാതെ വന്നപ്പോൾ ഓടി എൻ്റെ അടുത്തോട്ടും കൂടെ കയറി ഓടി വന്നു. കാരണം ഇത്രയും ജനത്തിൻ്റെ ഇടയ്ക്ക് പോയതാണ്. കാരണം എനിക്ക് ആ സ്ഥലങ്ങൾ പോലും എനിക്ക് അവരുടെ അറിയത്തില്ല. അതുകൊണ്ടാട്ടോ ബിദു പ്രതാപനെ ശരിക്കും നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ മാക്സിമം കാണാനായിട്ട് നോക്കി എടുത്ത് നോക്കി. എനിക്ക് ഏകദേശം ഞാൻ ബിദു പ്രതാപാണെന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ, അത് പുള്ളിയാണത് കേട്ടോ. പക്ഷേ അടിപൊളിയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഉത്സവമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുകൊണ്ടൊക്കെ ആയിരുന്നു ഞാൻ 2-3 ദിവസം ഞാൻ ലൈവും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.